ഏകദേശം 40,000 വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്താദ്യമായി പാദരക്ഷകൾ പ്രത്യക്ഷപ്പെട്ടത്. അക്കാലത്തെ പാദരക്ഷകൾ പുരാവസ്തു ഗവേഷകർക്ക് നേരിട്ട് ലഭിച്ചില്ലെങ്കിലും മനുഷ്യരുടെ കാൽവിരലുകളുടെ അസ്ഥികളിലുണ്ടായ മാറ്റങ്ങൾ ഇതിന് തെളിവായി മാറി. കാലുകൾക്ക് സംരക്ഷണം നൽകാൻ തുടങ്ങിയതോടെയാണ് അസ്ഥികളുടെ ഘടനയിൽ ഈ മാറ്റം വന്നത്. മൃഗത്തോൽ, പുല്ല്, മരത്തൊലി എന്നിവ ചെടികളുടെ നാരുകൾ കൊണ്ട് കെട്ടിയാണ് ആദ്യകാല പാദരക്ഷകൾ നിർമ്മിച്ചിരുന്നത്. പുരാതന ഈജിപ്തിൽ BC 3000 പാദരക്ഷകൾ പദവിയുടെ അടയാളമായിരുന്നു. സാധാരണക്കാർ നഗ്നപാതരായി നടന്നപ്പോൾ പ്രഭുക്കന്മാർ പാപ്പിറസ്, ഈന്തപ്പനയിലകൾ, തോൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പുകൾ ധരിച്ചു. ഫറവോമാരുടെ ചെരുപ്പുകളിൽ ശത്രുക്കളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. ഓരോ ചുവടിലും ശത്രുവിനെ ചവിട്ടി മെതിക്കുന്നു എന്നതായിരുന്നു ഇതിൻ്റെ സങ്കല്പം. മെസപ്പൊട്ടേമിയയിൽ പരുക്കൻ ഭൂപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര സുഗമമാക്കാൻ മുൻഭാഗം വളഞ്ഞ തുകൽ ഷൂസുകൾ ഉപയോഗിച്ചു. അതേസമയം പ്രാചീന ഇന്ത്യയിൽ പാദുകങ്ങൾ എന്നറിയപ്പെടുന്ന തുകൽ ചെരുപ്പുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. വിരലുകൾക്കിടയിൽ കുമിള പോലുള്ള ഭാഗമുള്ള ഈ ചെരുപ്പുകൾ ഇന്നും മതപരമായ ചടങ്ങുകളിൽ ഉപയോഗിക്കാറുണ്ട്. പുരാതന ഗ്രീക്കുകാരാണ് പാദരക്ഷകളിൽ കരകൗശല വൈവിധ്യം കൊണ്ടുവന്നത്. നടത്തം, യുദ്ധം, കല എന്നിങ്ങനെ ഓരോ ആവശ്യത്തിനും പ്രത്യേക പാദരക്ഷകൾ അവർ രൂപകൽപ്പന ചെയ്തു. നാടക കലാകാരന്മാർ ഉയരം കൂടുതൽ തോന്നിക്കാൻ കൊത്തോർങ്ങി എന്ന പ്ലാറ്റ്ഫോം ഷൂസുകൾ ധരിച്ചിരുന്നു. റോമാക്കാരാകട്ടെ യുദ്ധമുഖത്ത് സൈനികർക്ക് വേഗതയും കരുത്തും നൽകുന്ന ഇരുമ്പാണികൾ തറച്ച കാലിഗേ എന്ന കരുത്തുറ്റ സൈനിക ചെരുപ്പുകൾ നിർമ്മിച്ചു. മധ്യകാലഘട്ടത്തിൽ പാദരക്ഷകൾ ഫാഷന്റെ അതിപ്രസരത്തിന് സാക്ഷ്യം വഹിച്ചു. യൂറോപ്പിലെ പ്രഭുക്കന്മാർക്കിടയിൽ നീളമേറിയ മുനയുള്ള പൗലൈൻസ് ഷൂസുകൾ തരംഗമായി. മുനയുടെ നീളം കൂടുന്തോറും പദവിയും കൂടും എന്ന വിശ്വാസം കാരണം ചിലർക്കിത് കാലിൽ കെട്ടിവെച്ച് നടക്കേണ്ടി പോലും വന്നു. നവോത്ഥാനകാലത്ത് വെൽവെറ്റും പട്ടുതുണികളും ഉപയോഗിച്ചുള്ള ആഡംബര രൂപകൽപ്പനകൾക്ക് പ്രാധാന്യം ലഭിച്ചു. 16-ാം നൂറ്റാണ്ടിൽ വെനീസിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ചോപ്പിൻസ് എന്ന പ്ലാറ്റ്ഫോം ഷൂസുകൾ അമിതമായ ഉയരമുള്ളവയായിരുന്നു. സൗകര്യത്തെക്കാൾ ഉപരിയായി സമ്പത്ത് പ്രദർശിപ്പിക്കാനാണിവ ധരിച്ചിരുന്നത്. 18-19 നൂറ്റാണ്ടുകളിലെ വ്യാവസായിക വിപ്ലവം എല്ലാ മാറ്റങ്ങളെയും മാറ്റിമറിച്ചു. ഷൂസുകൾ വൻതോതിൽ ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെട്ടു. പ്രധാനമായും ഇടതുകാലിനും വലതുകാലിനും പ്രത്യേകം പാകമാകുന്ന രീതിയിലുള്ള ഷൂസുകൾ നിർമ്മിച്ചു തുടങ്ങിയത് ഇക്കാലത്താണ്. ഇത് നടത്തം കൂടുതൽ സുഖകരമാക്കുകയും പാദങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൽ പാദരക്ഷകൾ ഓരോ ആവശ്യത്തിനും അനുയോജ്യമായ രീതിയിൽ പ്രത്യേകമായി മാറി. 1900കളുടെ തുടക്കത്തിൽ റബ്ബർ സോളുകളുള്ള സ്നീക്കറുകൾ പുറത്തിറങ്ങി. ലോകമഹായുദ്ധങ്ങൾ ബൂട്ട്സുകളുടെ രൂപകൽപ്പനയെ സ്വാധീനിച്ചു. കാലക്രമേണ ഹീൽസ്, ലോഫറുകൾ, അത്ലറ്റിക് ഷൂസുകൾ എന്നിവ വ്യക്തിത്വത്തിൻ്റെയും ജീവിതശൈലിയുടെയും പ്രതീകങ്ങളായി മാറി.